പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. കേശു, രാവിലെ അമ്മൂമ്മ ഷിബോട്ടും സംസാരിച്ചതാ. അമ്മൂമ്മ ഒടുക്കത്ത പ്രാക്കിവനെ. ആ പ്രാക്കും കേട്ടോണ്ട് ബൈക്ക് എടുത്തോണ്ട് പോയതാ. മതിലേ കൊണ്ടിടിച്ച് കാലും പോയി. അതിന് ഞാനെന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാഗിയതൊന്നുമില്ല. എന്റെ ദൈവം, അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ മുടിഞ്ഞു പോണെന്ന് അമ്മ പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ കാലുകുത്തി ഇവിടെ വരൂലെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്നെ നല്ലപോലെ പ്രാഗില്ലേ? ഇല്ലേ? ഞാൻ പ്രാഗിയതൊന്നുമില്ല. കള്ളം പറയല്ലേ? തെളിവുണ്ട് എന്റെ അടുത്ത്. കാണിച്ചു കൊടുക്കടാ പ്രാഗണന്റെ വീഡിയോ കാണു. എനിക്ക് വെച്ചിട്ടുണ്ടോ? നീ അങ്ങോട്ട് വാ കേട്ടോ, നിന്നെ ഞാൻ കാണിച്ചരാ. എന്റെ പിള്ളേരല്ല, ഞാൻ കാണിച്ചരാ നിനക്ക്. അമ്മൂമ്മ എന്തൊക്കെ അമ്മൂമ്മ മേലെ ഇനി എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. നീ 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 മുടിഞ്ഞു പോകത്തേളടാ. ഒറ്റ ഒരെണ്ണം വെച്ചിരും കേട്ടാ. പ്രാഗുന്നവന്റെ ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്താ ഞങ്ങളുടെ വേറെയും ഉണ്ട്. അമ്മൂമ്മ ഇങ്ങനെ പ്രാഗിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന്. ഇനി നിങ്ങൾ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ ഞാൻ അത് സോഷ്യൽ മീഡിയ ഇട്ടു. എന്നിട്ട് നിങ്ങളൊക്കെ നാറ്റിക്കും. നോക്കിക്കോ. ശിവേ, അതായത് ഞാൻ വേണ്ട വേണ്ട, കോംപ്രമൈസ് ഒന്നും വേണ്ട. എന്താ അമ്മൂമ്മയല്ലേ, പ്രായ ഒരാളല്ലേ, അങ്ങനെ അമ്മൂമ്മയാണല്ലോ പ്രാഗിയത് തന്നെ. ഒന്നും വേണ്ട, നഷ്ടപരിഹാരം. ജോഷുവാ, നീ ഇപ്പൊ എവനെ എവിടുന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ എവന്റെ 2 കൈ ഞങ്ങൾ തല്ലി ഓടിക്കും. കണ്ടാ പറയണത്? അത് തന്നെ, പിന്നെ ചോറ് വയ്ക്കാൻ കൈ കാണൂല, എടുത്തോണ്ട് പോടാ. എടാ എന്റെ അടുത്ത് ഈ ഗേറ്റിന്റെ പുറത്ത് വയ്ക്കും. ഗേറ്റിന്റെ ഫ്രണ്ടിൽ വല്ലതും ഇരുന്നോ പൊന്നു മോനെ ശിവു, എന്റെ സ്വഭാവം മാറും. എന്നാ പിന്നെ നോക്കണമല്ല, എന്നെ അവിടെ തന്നെ പോയിക്കടാ ഗേറ്റിന്റെ പുറത്ത്. എടുക്കടാ. അയ്യോ കണ്ട, പ്രാക്കൊന്നും വിട്ടു മാറിയിട്ടില്ല. എന്റെ പൊന്നെ, ചത്തുപോകുന്നുള്ള പേടി. ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നും അല്ല. ഇല്ല ശിവാനി, ഇതിലൊരു മാറ്റവും ഇല്ല. എനിക്കുണ്ടായ നഷ്ടങ്ങളെ ഇത് ഭയങ്കര വലുതാ. ഞാൻ ഷോപ്പിൽ സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്ന പൈസയാ ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലവാക്കി തീർത്തത്. അറിയോ? ഞാൻ ഈ പാറമഴ വിട്ട് ഓടാൻ പോവില്ല. അതെ, ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനേ ഈ വീഡിയോ വൈറലാക്കും, കേസും കൊടുക്കും. നോക്കിയോ? നമ്മൾ ഗേറ്റിന് മുമ്പ് എനിക്കൊന്ന് വെല്ലുവിളിച്ചിട്ടില്ല ഇറങ്ങിയത്. ഇനി ഇവിടെ നിൽക്കുന്നതിന് എന്നാ നീയൊക്കെ കൂടെ ഒരു കാര്യം ചെയ്യും, എന്നെ അടുത്ത് ആ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്ത്. ആകുമ്പോ അവർക്ക് എളുപ്പമാവല്ലേ പാറമഴ എടുത്തിടാൻ. ആ പ്രശ്നം തീരും, നിനക്കൊക്കെ സമാധാനാവുകയും ചെയ്യും. എന്ത് ശാന്ത് പിടിക്കുന്നു മനുഷ്യൻ. ഇനി ഈ 2 കൈ മാത്രമേ ഉള്ളൂ മിച്ചം. അതും കൂടെ തല്ലി ഓടിക്കേ. നിനക്ക് എന്താടാ, നിനക്ക് എന്തിന്റെ കേട്ടാ? നീ എന്താ ഇവിടെ വന്നിരിക്കണേ? നീ ഇപ്പൊ എന്തിനാണ് ശിവാനെ വിളിച്ചത്? ഞാനല്ലേ വിളിച്ചത്, എന്നെ ഇങ്ങോട്ടാ വിളിച്ചത്. കടയിൽ പോയിരുന്നോ കേട്ടല്ലേ? ഞാൻ ഈ കോളത്തിൽ എങ്ങനെയാണ് കടയിൽ പോയിരിക്കണത്? അമ്മൂമ്മരെ ബ്രാക്ക് പലിച്ച് അമ്മൂമ്മരെ ബ്രാക്ക് പോലെ തന്നെ നീ കടയിൽ ഇരിക്കാൻ പറ്റില്ല, നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കാലുകുത്താനും പറ്റില്ല. അറിയോ? ശിബുവേ, ചേച്ചി ഒരു കാര്യം പറയട്ടെ. മക്കള് തൽക്കാലം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കടാ. പറ്റത്തില്ല. എനിക്ക് എന്തോരം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ ഈ കാര്യത്തിൽ നിന്ന്? എനിക്കിപ്പോ ഒരു പരസഹായം ഇല്ലാതെ എണിച്ചെടുക്കാൻ പറ്റൂല. എന്തിനു പറയുന്നു? നീയൊന്ന് കക്കൂസി പോണെങ്കിൽ കുമാര സഹായം വേണം. അറിയോ? ചേച്ചിക്ക് നാട്ടു കേസ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇതെന്റെ ജീവിത പ്രശ്നമാ. എന്തോരം ചെലവാക്കണം അറിയാം കുമാർക്ക് വേണ്ടിട്ട്. ഫ്രണ്ട്സാ? എന്ത് ഫ്രണ്ട്സ്? കുമാര കുഴിമന്തല്ല, കുമാര തൊണ്ടേന്നൊന്നും ഇറങ്ങത്തില്ല. അറിയാമോ? നിനക്കെ ചെലവാക്കണാരാ? ഞാൻ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. എന്താണേലും നഷ്ടപരിഹാരം തരാൻ പറ്റത്തില്ല. എന്നാ ഞാൻ കേസ് കൊടുക്കും. എടാ കഴുതേ, പ്രാഗിന്നും പറഞ്ഞിട്ട് ഏത് കോടതിയാടാ കേസ് എടുക്കുക? അങ്ങനെ വകുപ്പൊക്കെ ഉണ്ട്. അമ്മൂമ്മ എന്നെ പ്രാഗിയല്ലോ, അതിൽ ഞാൻ മനസ്സ് വിഷമിച്ച് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. മനസ്സിലായ? അപ്പൊ ഞാൻ ആ രീതിയിൽ ഞാൻ കേസ് കൊടുക്കും. മോനെ ശിവമോനെ, ചക്കരെ,
നീ ഇപ്പം ഇവിടെ നെയ്ച്ചു പോണേണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ അമ്മൂമ്മ ഇപ്പൊ പ്രാഗിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. നമ്മുടെ കയ്യില് വേറെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. നിങ്ങളെല്ലാരും കൂടെ കളിക്കണതേ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ചിട്ടാ, അത് ഓർത്തോ. യവനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ ഭാഗം പോവുക. അല്ല കഞ്ഞിവെള്ളം വല്ലതും വേണമെങ്കിൽ വീട്ടിലോട്ട് പോകാൻ തരാം. കഞ്ഞിവെള്ളം ശിവന്റെ പട്ടിക്ക് വേണം, എനിക്കൊന്നും വേണ്ട. അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ. ചെറുപ്പക്കാരെ, നിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ചെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ട്. അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത് കേട്ടാ. വാടാ പോവാ. മുമ്മ വെറുതെ ആലോചിച്ചിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നഷ്ടപരിഹാരം കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ കേസ് കൊടുക്കും. അവൻ 4 കൽപ്പിച്ചാണ്. എന്തിന്? എടാ പ്രാഗിയൊന്നും പറഞ്ഞോണ്ട് ഒരു കോടതിയും കേസ് എടുത്തിട്ടില്ല. അത് കറക്റ്റാണ്. പ്രാഗി എന്നും പറഞ്ഞോണ്ടല്ലോ അവൻ കേസ് കൊടുക്കാൻ പോണെന്നാണല്ലോ അവൻ പറയണത്. പിന്നെ അവൻ പറയണ ലോ പോയിന്റ് വേറെയാണ്. അവൻ പറയണ എന്താണെന്ന് വെച്ചാല് അമ്മൂമ്മ അവനെ പ്രാഗിയല്ലോ. അപ്പൊ അവൻ മാനസിക സംഘർഷത്തിലായി. ആ മാനസിക സംഘർഷം വെച്ചോണ്ട് അവൻ വണ്ടി ഓടിച്ചു, പോയി ഇടിച്ചു, കാലൊടിഞ്ഞു. അപ്പൊ എന്തായി പ്രശ്നം? മാനസിക പീഡനം. അത് പോട്ടെന്ന് വെക്ക്, പോട്ട് എന്തെങ്കിലും ചെയ്യാം. അവൻ ആ വീഡിയോ എങ്ങനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നമ്മുടെ നാണം കെട്ടുപോകും. അജാതി പ്രാക്കല്ലേ പ്രാപിക്കുന്നത്. ആ ചെക്കൻ തട്ടിപ്പോവാത്തത് ഭാഗ്യമായി പോയി. നോക്കല്ലേ നോക്കല്ലേ തന്നെ പാറമട വീട്ടുകാരുടെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. പാറമട കണ്ട ഗുണ്ടായിസ കണ്ട. മക്കളെ കല്ലുടാ, അങ്ങനൊന്നും ചെയ്തുടാ. കല്ലുവേ. സോറി ശിബു മാമ. എനിക്ക് വേണ്ട നിന്റെ സോറി. റോക്സേ മാറി നിർത്തിക്കോ. കുറേയായി. ഇനി ഈ വീടിന്റെ വാതൊക്കെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അതന്നെ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കരുത്. നാട്ടുകാരൊക്കെ കണ്ട നാണക്കേടല്ലേ. നാട്ടുകാർ കാണട്ടെ, നിങ്ങൾ നാളെ കേട്ടെ. റോക്സേ, നിങ്ങൾ എന്തൊരു ന്യായമാണ് ഈ പറയുന്നത്? നിങ്ങൾ ഏതോ മതിലിൽ കൊണ്ട് വണ്ടി ഇടിച്ചതിന് എന്റെ അമ്മമ്മയുടെ പ്രാക്കിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു 5 പൈസ നഷ്ടപരിഹാരം തരാൻ പോകുന്നില്ല. നിങ്ങൾ സ്ഥലം കലക്ക് നടക്കൂല, പൊക്കോ. ഞാൻ നടത്തി എടുക്കൂ, നോക്കിയോ. നീ അങ്ങോട്ട് കൊണ്ട് കിടന്ന് നടക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറൊരു തേങ്ങ നടക്കാൻ പോലില്ല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ശുഭ ചേട്ടാ, ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ അമ്മമ്മയെ കൊണ്ട് പിന്നെയും പ്രായിച്ച 2 കൈയും കൂടെ ഓടിപ്പിക്കും. കണ്ട, ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം അമ്മൂമ്മേനെ പ്രാക്ക് വലിക്കുമെന്ന്. പാറു മോളെ എന്റെ കൂടെ കോടതി വരുമെന്ന് വരുമോ സാക്ഷി പറയാൻ? നോക്കി 2 മിഠായി മേടിച്ചു തരാം ചേട്ടായി. അത് പിന്നെ ഏത് പിന്നെ മിണ്ടാതെ അവിടെ നിന്നോണം കേട്ടാ. சிபு, இப்ப நீ கிளம்பிப்போ. அப்புறம் அம்மா நல்ல ஒரு முடிவா எடுப்பாங்க யோசிச்சு. இப்ப போப்பா. അയ്യാ, യോസിച്ച മുടിവെടുക്കാന്. എന്ത് മുടിവെടുക്കാനാ? നിന്റെ വല്ല ഇരിപ്പുണ്ടോ? മിണ്ടാതെ അവിടെ നിന്നോണം. ഇറങ്ങി പോടാ. വിളിയടാ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. നഷ്ടപരിഹാരം തന്നേ തീരൂ. അമ്മൂമ്മ മിക്കവാറും കാശ് കൊടുക്കേണ്ടി വരും. ആണോ? 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. പാറമട വീട്ടിലെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. നഷ്ടപരിഹാരം തന്നേ തീരൂ. നിന്നോട് ഒറ്റത്തോളം പറഞ്ഞ മനസ്സിലാവൂലേ? റോക്സേ, ഇത് 5000 രൂപയുണ്ട്. മര്യാദയ്ക്ക് ഇത് വാങ്ങിയിട്ട് സ്ഥലം കല്ലേക്കാൻ നോക്കിയേ. 5000 രൂപ മിണ്ടാണ്ടിരിക്കണം. ശിവ, എന്റെ അമ്മൂമ്മ ഇത് എങ്ങനെയൊന്നും ഒഴിഞ്ഞു പോട്ട്. മനുഷ്യൻ ചെവിതലേക്കുന്നില്ല. അളിയാ, ഒരു 5000 രൂപ എടുത്തിട്ടുണ്ടേ. പിടി. 5000 രൂപയൊന്നും പോരാതെ വരും. എന്തോ? 5000 രൂപ പോരാതെ വരും. വണ്ടിക്കൂലിയൊക്കെ ഒരുപാട് ചെലവായതാ. അതിന് നിനക്കെന്ത് വണ്ടിക്കൂലി? ഇവന്മാരല്ലേ ചുമന്നോണ്ട് നടക്കണേ. അതാ പറഞ്ഞ വണ്ടിക്കൂലിയൊന്നും. ഇതിപ്പോ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇത് വാങ്ങാം, പക്ഷെ നാളെ ഇനിയും വരും. ബാക്കി പൈസയും കൂടെ വേണം.
നമുക്ക് നോക്കാം. എടുക്കടാ വണ്ടി. അയ്യോ. ടാറ്റ. അയ്യോ തല പോട്ടെ, പതുക്കെ പോട്ടെ, കട്ടറിടല്ലേ. എടാ ഷിബു, പിന്നീന്ന് വിളിച്ച് നീ കാശ് കൊണ്ടുവെക്കോടാ. അതെ, സത്യമുള്ള കാശാ. എന്റെ സിദ്ധുമോനെ ഒട്ടകത്തെ കുളിപ്പിച്ചുണ്ടാക്കിയ കാശാ. ഇതെല്ലാം പരദേവതകൾ കണ്ടോണ്ടിരിക്കുവാ. നിനക്ക് ഈ കാശ് ഒതകത്തില്ലടാ. നീയേ ഇതിന്റെ ഇരട്ടിയുടെ കാശ് നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. ഇത് ചോനറത്തല ഭവാനിയാ പറയുന്നത്. പൊക്കോ നീ. വണ്ടി അടുപ്പിക്കടാ, വണ്ടി അടുപ്പിക്ക്. താഴെ ഇറക്കോ. അമ്മൂമ്മേ, ആ പൈസ വാങ്ങിച്ചോ, ഞാൻ മനസ്സോടെ തരുന്നതാ. ഒരു മിനിറ്റ്, എന്റെ കുറച്ച് പൈസ കൂടെ മിച്ചം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുമാർക്ക് വല്ല തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പൈസയാ. ഇതും കൂടെ വെച്ചോ. എനിക്കെങ്ങും വേണ്ട നിന്റെ കാശ്. പൈസ വേണ്ടെങ്കിൽ വേണ്ട, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നേരത്തെ പ്രാവിയിലെ പ്രാക്ക് അതൊന്ന് തിരിച്ചെടുക്കാമോ പ്ലീസ്? കാലു പിടിക്കാം. അമ്മൂമ്മേ